ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കർജറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോൺ പെപ്പർ ഡ്രൈ ആണ് ചെയ്യാൻ പോണത്. അതിന് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യണത്, അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 1/2 കിലോളം പ്രോൺ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്, ചെമ്മീൻ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ പ്രോൺ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ഇത്രയും നമുക്ക് ജാറിലിട്ടിട്ട് ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് 1/2 കിലോയോളം നമുക്ക് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പ്രോണ് വലുതാണ് അത്യാവശ്യം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മസാല നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാത്തിലും പിടിക്കുന്ന പോലെ നമുക്കൊന്ന് അതിനെ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിനകത്തേക്ക് നമ്മൾ മാരിനേഷൻ ചെയ്ത പ്രോണിനെ എടുത്തൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ പ്രോണും നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ക്രംസ് ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല രുചിയായിരിക്കും കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണ എടുക്കുന്നില്ല. നമ്മൾ ഇതുപോലെ ഒരു വശം ഫ്രൈ ആയതിനു ശേഷം മറുവശം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം. ഇനി നമ്മൾ വേറൊരു തവ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. അതിനോടൊപ്പം 2 ഉണക്കമുളക്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇനി ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയാണ്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മസാലയുടെ കൂടെ അതിനെ കഴിക്കും. നമ്മളിതിനെ എടുത്ത് കളയാൻ പോകത്തില്ല. ഇപ്പം മുഴുവനും ഇട്ട് കഴിഞ്ഞാൽ ചിലരിത് കറിവേപ്പില തിന്നത്തില്ല, അത് എടുത്ത് കളയും. അപ്പോൾ ഇത് കറിവേപ്പില തിന്നുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് കറിവേപ്പില ഇതുപോലെ അരിഞ്ഞിട്ടത്. അപ്പം നമ്മൾ ഇതിനകത്ത് മിസ് ചെയ്യില്ല നമ്മൾ. അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ വലിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. കറിവേപ്പില വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയത്തില്ല. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ് ഇതിൽ. അതുപോലെ തന്നെ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ
കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പ്രോണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ നല്ല രുചിയായിരിക്കും. ഈ ചപ്പാത്തിക്ക് കഴിക്കാം, എന്തിനാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണിത്. നമ്മുടെ പ്രോൺ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, മസാല അതുപോലെ നല്ല രസമായിട്ടുണ്ടാവും. അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പാചക രീതികൾ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.